देखा पाटले गिर गया अरे साइन ओडिचपो गिर्रुंडायि इत्र भाषा क्या हिंदी पाटना भाषा कौन सा भाषा तुम्हारा गांव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा बहन को लेगा है ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടാണ് ഒരാഴ്ച മുൻപ് രാം നാരായണൻ പാലക്കാടേക്കുള്ള വണ്ടി കയറിയത്. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനത്തിനൊടുവിൽ മരണം വരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. ബുധനാഴ്ച 3 മണിക്കാണ് സംഭവം. 3 വർഷം മുൻപ് ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ ചില മാനസിക പ്രയാസങ്ങൾ രാംനാരായണൻ നേരിട്ടിരുന്നു. ഇതിനിടെ വഴിതെറ്റിയാണ് അട്ടപ്പള്ളത്തെത്തിയത്. അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാംനാരായണനെ ആദ്യം പ്രദേശത്ത് കാണുന്നത്. തുടർന്ന് സമീപത്തെ യുവാക്കളെ വിവരമറിയിച്ചു. പിന്നീട് പ്രദേശവാസികൾ സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തു. കള്ളനെന്നാരോപിച്ച് മർദ്ദിച്ചു. പുറം മുഴുവൻ വടികൊണ്ടടിച്ച പാടുകളായിരുന്നു. കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരിക്കേറ്റു. അവശനിലയിലായ രാംനാരായണനെ പോലീസ് എത്തി പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു. യുവാവ് ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ദേഹമാസകലം മൃഗീയമായ മർദ്ദനമേറ്റതിന്റെ മുറിവുകളുണ്ട്. കണ്ടപ്പോൾ കള്ളനെന്ന് തോന്നിയെന്നാണ് നാട്ടുകാരുടെ മറുപടി. അദ്ദേഹത്തിന്റെ കയ്യില് ഒരു വടിയും ഒരു കല്ലൊക്കെ കയ്യിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിസരത്തുള്ളവർക്ക് ഒരു ഭീതി വരുന്ന കാരണം മറ്റുള്ളവരെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം കൂടെ ഉണ്ട്. ചില ആൾക്കാരുടെ വീട്ടിന്റെ സൈഡ് പോയി നിന്നിട്ട് രാത്രി പോയി നിന്നിട്ട് അപ്പോൾ അവർ വന്ന് എന്താ നീ ഇവിടെ വന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് വീണു, അങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ വീണ് പറയുമ്പോൾ കള്ളനാണ് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചിട്ട് കുറെ ആൾക്കാരെ അവരും പിടിച്ചിട്ട് പല ഭാഗത്തും പോയി കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇവിടെ വന്നപ്പോൾ കള്ളനാണ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ രാംനാരായണനെതിരെ ഒരു കേസ് പോലുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. नहीं, उसका कोई क्रिमिनल रिकॉर्ड नहीं है. आप वहाँ हमारे थाना में पता कर सकते हैं. छत्तीसगढ़ में उसका कोई क्रिमिनल रिकॉर्ड नहीं. बड़ा सीधा आदमी है. ड्रिंक करता है, वही उसकी कमी है. बाकी सीधा आदमी है. कोई लड़ाई झगड़े या मारपीट ऐसा कोई नहीं. सीधा आदमी, अच्छा आदमी है. പ്രദേശവാസികളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.